ഞാൻ കളിക്കല്ലേ സിന്റെ വല്ല ദൂരി പോയാലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് മേരിമെന്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു ഡാൻസ് പ്രാക്ടീസ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യണോടത്ത് കുറച്ച് മലയാളീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ടുഗദർ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരാണ്, പക്ഷെ എന്നാലും മലയാളീസ് മാത്രമായിട്ടൊരു ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ നാളെയാണ് അത്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യമായി വിചാരിക്കണം വീഡിയോ എടുക്കണം എന്ന്, ഞങ്ങളുടെ പ്രാക്ടീസിൻ്റെ കലാപരിപാടികൾ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ചിലപ്പോൾ 2-3 പേര് വെച്ച് ഉണ്ടാവുള്ളൂ പ്രാക്ടീസിന്, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞങ്ങൾ എന്താ പറയുക ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ദിവസമാണ്. നാളെയാണ് കേട്ടോ പരിപാടി, അത് മറക്കരുത്. അപ്പോൾ ഇന്ന് അത് കാരണം എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാൻ മുന്നേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പാട്ട് സെറ്റ് ചെയ്ത് കിട്ടി. നമ്മൾ 2-3-4 പാട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് കളിക്കണത്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആ പാട്ട് ഒരുമിച്ചിട്ടിട്ട് കളിച്ച് നോക്കാൻ പോണത്. നാളെ എന്താവുമെന്നോ ഏതാവുമെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ഭയമൊന്നും വേണ്ട. തെറ്റിയാൽ തെറ്റി, പോയാൽ പോയി, കളിക്കാൻ അങ്ങട് അത്ര തന്നെ. ലാസ്റ്റ് ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഭയങ്കര രസമായിരുന്നു, ചിരി കളി ബഹളമായിട്ട്. അപ്പോഴാണ് എനിക്ക് ശരിക്കും എന്തായാലും വീഡിയോ എടുക്കണം എന്നുള്ളതായത്. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു രസമല്ലേ. പിന്നെ നോക്കുമ്പോഴായാലും പിന്നെ പറ്റണമെങ്കിൽ ഞാൻ ഡാൻസിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നാളെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതും ഇടാം. അപ്പോൾ എല്ലാം നല്ല രീതിയിലാവുമെന്ന് വിചാരിക്കുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് വീഡിയോയും പ്രോഗ്രാമിൻ്റെ വീഡിയോയും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടാം. ഓരോരുത്തരുടെ വീട്ടിലാണ് പ്രാക്ടീസ് വെക്കാറ്. കൂടുതലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫുള്ള് ഇവിടെയായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഒരു റൂം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അമ്മ വന്നപ്പോൾ ഞങ്ങൾ ആ റൂമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് മാറി ഇപ്പോൾ കൃഷ്ണയുടെ വീട്ടിലാണ് പ്രാക്ടീസ്. ഞാനിപ്പോൾ ഇരിക്കണത് ഞങ്ങളുടെ വീടിൻ്റെ ഗാർഡനിലാണ്. ഗാർഡൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടെ പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങളുടെ പൂ കാണുന്നുണ്ടാവും. ഇത് ബാക്കിൽ ജസ്റ്റ് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് വരാം. ഇല്ലെങ്കിൽ കാര്യമൊന്നുമില്ല, നമ്മൾ അടച്ചു തന്നെ ഇടും. കണ്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. 7 മണിയായിട്ടോ, അതാണ് മെയിൻ കാര്യം. ഇപ്പം നിങ്ങൾ കണ്ട വെയിലില്ലേ, ഇതിപ്പോൾ സമയം 6:40. അതിൻ്റെ വെളിച്ചമാണ് ഈ കാണുന്നത്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് 9:30-ക്കൊക്കെ ഇതേപോലെ വെളിച്ചമൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കത് സന്തോഷമുള്ളൂ. കാരണം വെച്ചാൽ കുറച്ച് മാസമല്ലേ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടാവുക. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. വീണ്ടും ഞാൻ വന്നു. കൃഷ്ണയുടെ വീട്ടിലൊന്നും എത്തിയിട്ടില്ല, നമ്മുടെ വീട് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ പൂക്കളൊക്കെ ഒന്ന് കാട്ടി തന്നിട്ട് പോവാം. ഓക്കെ. കണ്ടോ, ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുക സത്യത്തിൽ, അല്ലാണ്ട് വല്ല ഭംഗിയൊന്നുമില്ല. പൂ കിടക്കണോണ്ടൊരു ഭംഗി. കണ്ടോ, ഇതൊക്കെ ഇവിടെ തന്നെ വന്ന് തന്നെ ഉണ്ടായി പടർന്ന് നിൽക്കണതാ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ദേ നമ്മൾ വീടിൻ്റെ അകത്ത് കയറാൻ പോവാം. ഒരാളെത്തിയിട്ടുണ്ട്, അഷ്ന എത്തിയിട്ടുണ്ട്. കട്ട് ചെയ്യുന്നില്ല, നീ ബാക്കോട്ട് പോ, എനിക്ക് കിട്ടുന്നില്ല. അവിടെ ഞാൻ വെറുതെ പറഞ്ഞ. അഷ്ന അപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. ഇനി രഞ്ജു വന്ന് നമ്മളെ പിക്ക് ചെയ്യും, എന്നിട്ട് കിച്ചുവിൻ്റെ അടുത്ത് പോവും നമ്മൾ. ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ പിള്ളേർ പടേനെ ഒന്നും എടുക്കണില്ല. നമ്മൾ ഏത് വീട്ടിലാണോ പ്രാക്ടീസ് ആ വീട്ടിലേക്ക് ഒരൊറ്റണത്തിനെ നമ്മൾ കൊണ്ടുപോകില്ല. എല്ലാവരും ഒരു വീട്ടിലാക്കും. ഡാൻസ് പ്രാക്ടീസിനുള്ളവർ മാത്രം ഒരു വീട്ടിൽ, ഓൺലി ഗേൾസ്. അതാണ് നമ്മളെപ്പോഴും ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പിള്ളേരെ ശ്രദ്ധിക്കണം, ഇവരെ തല്ല് ഓടിക്കണുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒപ്പിക്കണുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ല അഷ്ണേ? ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ച് പോരും, ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ 2-3 എണ്ണത്തിനൊക്കെ സെറ്റ് ചെയ്യും. അപ്പം നമ്മുടെ വീട് ഇതാണ്. രഞ്ജു നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അങ്ങനെ രഞ്ജു എത്തിയിട്ടുണ്ട്. തണുക്കുന്നേ. വേണ്ട വണ്ടി വരണ്ട്, ഞാൻ ഇറക്കി തരാം. ഇങ്ങോട്ട് വാ. കൊന്നിട്ട് തിന്നണേ. നീ എന്തോ തിന്നണുണ്ടായിരുന്നല്ലോ. നമ്മതേ കിച്ചുവിന്റെ വീടെത്തി. ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ, ബൈ ബൈ. അമ്മേ, ഇപ്പം ഞാനെത്തിയിട്ട് ഇവരൊക്കെ വരുന്നത് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവരെ പോട്ടെ വരുന്നു. അപ്പം നമുക്ക് 50 ടൈഗേഴ്സ് റോഡ് ആർക്ക് വേണമെങ്കിലും വരാം.
മലയാളം പറയാ ഫൈനില്ല. നമ്മുടെ തല സീനേച്ചി വാതിൽ തുറന്നിരിക്കുന്നു. വ്ളോഗ് റിയ എവിടെ ഇരിക്കുന്നുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ അവര് നേരെ ഇങ്ങോട്ട് വന്നു. അതാണ് കണ്ടോ ബ്ലാക്കും സീനേച്ചി ബ്ലാക്കും. ഇവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞവരാട്ടോ. ഞാൻ വീട്ടില് വെറുതെ ഇരിക്കുന്നു. അവിടെ തല്ല് പിടിക്കല് നിക്കളൊക്കെ കളിക്കാണ്ട്. ഇതൊരു ഞങ്ങളുടെ പ്രാക്ടീസ് ഇട്ടോ. അതൊരൊത്തൊരുമ നിങ്ങൾ മനസ്സിലാക്കണം. നീ വീട്ടിലിരുന്ന് പഠിക്കും, നീ കളിക്കില്ല. എടുത്തിട്ടുണ്ട് ചേച്ചി. ഇവിടെ നടക്കണമൊക്കെ ഓട് വൺ ഔട്ട്. ബാക്കില് എന്ത് കേളാന്ന് പറഞ്ഞ ഡാൻസിന്റെ ഇടയില് വെൽക്കം സുജിനി, വെൽക്കം. വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ടാണ് സെറ്റായി വന്നിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഞങ്ങളുടെ വോയിസ് ഒന്നും കട്ട് ചെയ്യണില്ല. ആ ബഹളത്തോടുകൂടി തന്നെ ഇടാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും ഫില്ലായിട്ടോ. ഞങ്ങളിപ്പോ എല്ലാവരും ഉണ്ട്. ഡാൻസിന്റെ പ്രാക്ടീസിന് ആരൊക്കെ ഉണ്ടോ ഒന്നും എടുക്കാണ്ടിരിക്കും. അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ നിങ്ങൾ ഡാൻസിന്റെ ഒരു ഗുണം കണ്ടില്ലേ? എന്താ ഒത്തൊരുമ. പാട്ട് വേറെ സ്റ്റെപ്പ് വേറെ. അവർക്ക് തന്നെ ഉറപ്പില്ല. ഞങ്ങളുടെ ഏറ്റവും മൂത്ത തലയാള് സീന ചേച്ചിട്ടോ. ഓ അടുത്ത ആള് വരുന്നുണ്ട്. വൈബും കൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ ആ രണ്ടെണ്ണത്തിന് ലാസ്റ്റ് നിങ്ങൾ ആ രണ്ടെണ്ണല്ലേ അതിന് ചിലപ്പോ പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. നാളെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്നും തോന്നരുത്. നമ്മുടെ മോഹൻലാലിന്റെ പാട്ടില്ലാണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളൊരു മോഹൻലാൽ പാട്ട് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണല്ല രണ്ടെണ്ണല്ലേ ഡി മോഹൻലാലിന്റെ പാട്ട്. അവർക്ക് ശ്രദ്ധിക്കാൻ നേരില്ല. ഭയങ്കര പ്രാക്ടീസാ. എന്താ പെർഫെക്ഷൻ അറിയോ. ആരാണാവോ പൂളിക്ക് വീഴന്ന്. ഇത് പാടുന്ന നേരത്ത് കരോക്കെ ഓഫ് ചെയ്യാന്ന് അടിപൊളിയായിരിക്കും. എന്തൊക്കെ കാട്ടിക്കൂട്ടും നാളെ പറഞ്ഞൂടാ. കൊളാവോ നന്നാവോ പിന്നെ എന്ത് കൊളായാലും ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. കാരണം എന്തുകൊണ്ട് ഞങ്ങൾ മാത്രമുള്ള പരിപാടിക്ക് ഞങ്ങൾ മാത്രമുള്ളൂ. ഞങ്ങൾ തന്നെ ചെയ്യുന്നു, ഞങ്ങൾ തന്നെ കാണുന്നു.
അപ്പോൾ അതെ നമ്മളെ ഇന്നത്തെ പ്രാക്ടീസ് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളെയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം നന്നായിട്ട് ഞങ്ങൾ ചെയ്യും ഇല്ലേ? അപ്പോൾ ദേ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. സീനേച്ചും റിയയും പോയി, പക്ഷെ ഞാൻ മറന്നുപോയി വൈൻഡപ്പ് ചെയ്യാൻ. അപ്പം നമുക്ക് നാളെ എല്ലാവരും കൂടി പൊളിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ഇടാം പ്രോഗ്രാം കഴിഞ്ഞിട്ട്. ഓക്കെ, ബൈ ബൈ.